കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അവസാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള ഈ ദിവസങ്ങൾ ഏറ്റവും വിശുദ്ധമായ ദിനങ്ങളാണ്. നാം ഈ ആഴ്ചയെ ഹോളി വീക്ക് എന്നാണ് പറയുക. വിശുദ്ധമായ ദിവസങ്ങളാണ്. അത് ഏറ്റവും വിശുദ്ധമായി ആചരിക്കുവാൻ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈശോ 3 അപ്പസ്തോലന്മാരെ ഗെത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി കൂടെ കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. അത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒരിജിൻ പറയുകയാണ്, കൂട്ടത്തിലെ ഏറ്റവും ദുർബലരായവരെ അവൻ പരീക്ഷണമായ ഈ മണിക്കൂറിലേക്ക് കടത്തിവിട്ടില്ല, അവരെ അവൻ ഒഴിവാക്കി. അപ്പോൾ ഈ ഒരിജിൻ പറയുന്നത് ഇവിടെ ദുർബലരായിട്ടുള്ളവരെ കർത്താവ് മാറ്റി നിർത്തി, എന്നിട്ട് അവരെ കൊണ്ടുപോവുകയാണ്. ഈ പരീക്ഷണമായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ ആ ശിഷ്യന്മാരെ കർത്താവിൻ്റെ വേദനയിൽ പങ്കുചേരുവാൻ അവർ കൊണ്ടുപോവുകയായിരുന്നു. വീണ്ടും പണ്ഡിത മതം പറയുന്നത് ഇത് 3 പേരെ കൊണ്ടുപോയത് ഒരു അംഗീകാരം മാത്രമായിരുന്നില്ല. പിന്നെയോ ഈശോയുടെ ആ പാടുപീഡകളിലേക്ക് അവരെ കൂടുതൽ അടുപ്പിച്ച് നിർത്തി അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ 3 പേരെ കർത്താവ് തിരഞ്ഞെടുത്തത്. അവർ കരുത്തുറ്റ സാക്ഷികളാകുവാൻ വേണ്ടി കൂടിയാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. അത് അവരെ ഒരുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, വളരെ അടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ആഴ്ച വളരെ വിശുദ്ധമായി ആചരിക്കണം. നിശബ്ദത പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ നാം പരമാവധി ഒഴിവാക്കി നാം നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിക്കുവാൻ നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. ഈശോ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാൻ കഴിയണം. നമ്മുടെ ആത്മാവിൽ ഒരു ജ്വലനം ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മാവിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യണം. ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ ജ്വലിക്കും. എമ്മാവുസിലേക്ക് പോയ സ്ലീഹന്മാർ പറഞ്ഞു, അവൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അതുപോലെ ജ്വലിക്കാനുള്ള സമയമാണ് ഈ വലിയ ആഴ്ച. നമ്മളൊരു താപസിനെ പോലെ തപസ് ചെയ്ത് ദൈവത്തിൻ്റെ കൃപ ആവാഹിച്ചെടുക്കേണ്ട സമയമാണിത്. ഇത് പാഴാക്കരുത്. പാഴ്വർത്താനങ്ങൾ പറയരുത്. നമ്മൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ പലതും ഈ ലോകത്തിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കുവാനും പങ്കുവയ്ക്കുവാനും ഫോർവേഡ് ചെയ്യാനും അതിനൊന്നും മുതിരരുത്. ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക, അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക, ദിവ്യ കാരുണ്യ സന്നിധിയിലായിരിക്കുക. അങ്ങനെ ഈശോ എന്നോട് പ്രത്യേകം പറയുകയാണ്, നീ ഈ സഹനത്തിൻ്റെ പരിശീലനം നീ എന്നിൽ നിന്നും ഏറ്റെടുക്കണം. നിന്നെ ഞാൻ ഒരുക്കമുള്ളവനാക്കാൻ കൂടുതൽ ഒരുക്കുന്നതിനായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്ലീഹന്മാരെ കൊണ്ടുപോയതുപോലെ എന്നെയും നിങ്ങളെയും കർത്താവ് കൂടുതൽ ഒരുക്കുന്ന ഒരു സമയമാണ്, ഒരു ശക്തി സംഭരിക്കേണ്ട സമയമാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ ആഴ്ച ഏറ്റവും വിശുദ്ധമായി ആചരിക്കാൻ നമുക്ക് നിശബ്ദതയിൽ കർത്താവിനോടൊപ്പമായിരിക്കാം, ദൈവവചനം ധ്യാനിക്കാം, ദൈവചിന്തയിൽ വ്യാപരിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈശോയെ, അവിടുത്തെ പീഡാസഹനത്തോട് ചേർത്ത് ഞങ്ങളുടെ പാപങ്ങളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വിശുദ്ധമായ ദിനങ്ങളായി ഇത് മാറ്റുവാൻ നീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി എന്നാഥാ മുൾമുടി ശിരസിലേന്തി, പാപമെന്താണെന്നു നാഥാ ചെയ്തതു ക്രൂശിലേറ്റാൻ, സ്നേഹം
കൊടുത്തിട്ടും സൗഖ്യമന്നേകിയിട്ടും മരക്കുരിശേകില്ലേ. സ്നേഹം, പാവന സ്നേഹം, ജീവൻ നൽകും സ്നേഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.